പിന്നെ ഞാനുള്ളത് ഇപ്പം വെസ്റ്റ് ബംഗാളിലാണ്. ഇല്ലടാ, വെസ്റ്റ് ബംഗാളിൽ എവിടെയാണ് നമ്മൾ? വെസ്റ്റ് ബംഗാളിൽ എവിടെ? ഒരു പ്രത്യേക സ്ഥലത്താണ്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പിന്നെ പറയാം. ഒരു ഗ്രാമത്തിലാണ് ഞാൻ. പിന്നെ ത്രിപുരയിൽ നിന്ന് ഏകദേശം 3 ദിവസത്തോളം കണ്ടിന്യൂസ് ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ല, നമുക്കിപ്പം 2 ദിവസം നോമ്പും ഉണ്ട്, പിന്നെ പെരുന്നാളും ഉണ്ട്. അപ്പോൾ അത് കൂടണം. അത് കൂടാനാണ് നമ്മളിവിടെ വന്നത്. ഞങ്ങളിവിടെ വന്നത് ഗ്രാമത്തിലാണ്. അപ്പോൾ ഒരു പള്ളി ഉണ്ട്, പിന്നെ ഒരു മദ്രസ ഉണ്ട്. അവിടേക്ക് നമ്മൾ സ്റ്റേ അടിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഫുള്ള് മലയാളീസ് ആണോ, കുറേ ആൾക്കാർ മലയാളികൾ, പിന്നെ എന്താണ് ജോലിക്കാരുണ്ട്. മലയാളികളിവിടെ പണിഞ്ഞ പള്ളികളുണ്ട്, മദ്രസകൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ പെരുന്നാൾ കൂടാനുള്ള പരിപാടിയിലാണ്. പെരുന്നാൾ ശനിയാഴ്ചയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാം. പക്ഷേ അതാ പോണ റൂട്ട് അടിപൊളിയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുത്ത് കാണിച്ചത്. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതിലൂടെ പോകേണ്ടത്. അത് ഹൈവേ. ഞങ്ങൾ ഇവിടുന്ന് നേരെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ മുംബൈയിലടാ. മുംബൈയിൽ കുറച്ച് ദിവസം നിന്നിട്ട് നാട്ടിലേക്ക്, അതായത് ഏകദേശം 4 മാസത്തിന് ശേഷം നാട്ടിലേക്ക് പോകണം ഞാൻ. പക്ഷേ അല്ല, കുറച്ച് പരിപാടികൾ നാട്ടിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയൊരു പരിപാടി ഇല്ല നമുക്ക്. വലിയ പരിപാടികളാണ് ഇനിയുള്ളത്. ഇടവേള. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ നാട്ടിൽ നമ്മളൊരു വ്യക്തിപരമായൊരു കല്യാണം ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ പോകണം. അത് നമ്മളെ കേരളക്കാരൊരു കോളേജ് ഉണ്ട് ഇവിടെ അല്ലേ, സ്കൂള് കാര്യങ്ങളൊക്കെ. ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഉസ്താദ്മാർ കുറേ ടീച്ചേഴ്സും കാര്യമാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ പാവങ്ങളായ കുട്ടികളെ എടുത്തുകൊണ്ട് അവർക്ക് പഠിപ്പിക്കുക. അതെ, പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ പോണതാ. അത് കാണാൻ മഞ്ഞുള്ള ഞാനിപ്പോൾ ഗ്രാമത്തിലാണ്. ഇവിടെ ചോളം, കരിമ്പ്, നല്ല മാങ്ങണ്ടല്ലോടാ സോലിയ. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ചോദിക്കണോ? ഇപ്പം തന്നെ ചോദിക്കണോ? ചോദിക്കണോ? എന്നാ എന്താ നമുക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നൈസായിട്ട് എന്ത് ചെയ്യുക, ഉപ്പിലിട്ടാൽ മറ്റേ ഇതിലിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് തിന്നാൽ അടിപൊളിയാവും. പിന്നെ ഞാനില്ലതേ വെസ്റ്റ് ബംഗാളിലെ ഗ്രാമത്തിലാണ്. അപ്പം ഇവിടെ ഒരു സ്കൂളുണ്ട് ബ്രോ. എന്നാ ഇവിടെ ഒരു സ്കൂളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി. ആ സ്കൂളിനെ പറ്റി ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ, നമ്മളെ ഇവിടുത്തെ സ്കൂളിനെ പറ്റി പറഞ്ഞാൽ എന്താണ് ഈ ഫുഡ്, എങ്ങനെയാണ് ഇത് കൊടുക്കണം, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ. പറ. താരിഖ് നിമിഷത്തിന്റെ കീഴിൽ നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ് ഹിറ. അതിന്റെ കീഴില് സ്കൂൾ മൊബൈൽ പറഞ്ഞ പദ്ധതിയാണ്. അതായത് ഡെയിലി നമ്മുടെ നാട്ടിലത്തെ ബർത്ത്ഡേ പരിപാടി, അതുപോലെ തന്നെ ഇനിയിപ്പോ കല്യാണം, അതിനൊക്കെയുള്ള അവിടുത്തെ സന്തോഷം നമ്മൾ ഇവിടുത്തെ കുട്ടികളെ ഭക്ഷണം കിട്ടാത്തവരുമായിട്ട് പങ്കെടുക്കാന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഈ വണ്ടി വരുന്ന സമയത്ത് ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ എന്താണെന്ന് അറിയാം, ഈ വണ്ടി കണ്ട് ഓടി വരും. അതായത് ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ടില്ല, അതായത് കുറച്ച് കുട്ടികൾ ഈ വണ്ടി കണ്ടിട്ട് ഇതിൽ ഫുഡ് ഉണ്ട്, ബിരിയാണി ഉണ്ട് എന്നുള്ളതിലാണ് ഇവർ വന്നത്. പക്ഷെ വന്നപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ബിരിയാണിൻ്റെ പാത്രം കാണാത്തത് കൊണ്ട് ഇവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഇല്ല പറഞ്ഞാണ്ട് ഇവർ അടുത്ത വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം. അതായത് സംഭവം ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലുള്ള ഗ്രാമത്തിൽ ഇവിടെ എന്താ വെച്ചാൽ ഒരു സംഭവമുണ്ട്, സ്ഥാപനം ഫുള്ള് മലയാളീസാണ് നമ്മളെ. ഇവരിവിടെ ഇങ്ങനെ ഓരോ ഗ്രാമത്തിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഭയങ്കര സംഭവം. അത് കാണിച്ചു തരാം കൂടുതലായിട്ട്. ഗ്രാമത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കണം, എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ ഇവരൊക്കെ നേരെ വേറെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഫുഡ് കൊടുക്കും. ഇത് സ്ഥിരം ഇവർ ചെയ്യണം കേട്ടോ, ഡെയിലി ഇതേമാതിരി ചെയ്യണം. പക്ഷെ പെരുന്നാളായിട്ട് അത്യാവശ്യം കൂടുതൽ കൊടുക്കുന്നുണ്ട്. 1000 പേക്കൊക്കെ ബിരിയാണി കൊടുക്കുന്നുണ്ട്. സോ എന്താ അല്ലേ സംഭവം അല്ലേ? സംഭവം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബിരിയാണി നിങ്ങൾ ആലോചിച്ച് എത്ര ഫുഡാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. ഇവരിപ്പോൾ ഒരു ബിരിയാണി പൊതിക്കും വേണ്ടിയല്ലേ ഇവർ വന്നിട്ടുള്ളത്. അത് ഈ ഒരു ഗ്രാമമല്ല, അങ്ങനെ കുറേ ഗ്രാമത്തിൽ ഇതേമാതിരി ഓരോ യൂണിയനാക്കിയിട്ട് തിരിച്ചിട്ട് ഇവരിങ്ങനെ ഇരുത്തും. എന്നിട്ട് അവിടെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഓരോ ബിരിയാണി പാക്കറ്റ് കൊടുക്കും. അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, വലിയ ആൾക്കാർക്കില്ല. എന്താ ഇത്രയും കുട്ടികളുണ്ട്, ഏകദേശം 1000 കുട്ടികളുണ്ട്. ഇവർക്ക് ഇതേമാതിരി ഇങ്ങനെ ഫുഡ് കൊടുക്കും. എന്നും 100-150 കുട്ടികൾക്ക് കൊടുക്കാറ്. പക്ഷെ ഇന്ന് പെരുന്നാളൊക്കെ ഉണ്ട്, നാളെ 1000 കുട്ടികൾക്ക് ഫുഡ് ഉണ്ട്. മലയാളികൾ ഭയങ്കര സംഭവം കേട്ടോ. അതല്ലേ ഈദ് ഫെസ്റ്റ്, ഇതാണ് സംഭവം. കൊടുക്കാനായിട്ടോ വണ്ടി ഇവിടെ ഇപ്പോൾ ഫുഡ് കൊടുക്കും. ഫൈനലി ഞങ്ങൾ ഈ ബിരിയാണി പൊതിയൊക്കെ കൊടുത്ത് മടങ്ങി പോവാണ്. അപ്പോൾ ഇതോടെ ഈ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം.